ഹേ ഗായ്സ്, അപ്പം ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം 6:05. സോ ഇന്ന് ഞാൻ ഭയങ്കര നേരത്തെ എണീറ്റേക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഒന്നുമില്ല പള്ളിയിൽ പോകാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് നേരത്തെ എണീക്കാം, നേരത്തെ പള്ളിയിൽ പോവാം. അതുകൊണ്ട് നേരത്തെ എണീറ്റ്. സാധാരണ ഇങ്ങനെ ടൈമിൽ എണീക്കാറില്ല. അപ്പം നേരത്തെ എണീറ്റതുകൊണ്ട് എനിക്ക് കുർബാനയുടെ അയിമ്പൊന്നും അറിയില്ല. സാധാരണ കൂടെ 9 മണിക്കാണ്. അതിന് മുന്നത്തെ കുർബാന എത്ര മണിക്കാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇപ്പം ഞാൻ വീട്ടിന് കുളിച്ചൊക്കെ വരുമ്പം ഏതൊരു ടൈമായിരിക്കും അതിനുള്ള അമ്മ എനിക്കോ പറയാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നത്തെ ഒരു സൺഡേ ഒരു കുട്ടി വ്ളോഗ് ആക്കാൻ നിന്ന്. ഇപ്പം ഇന്നതൊക്കെ എന്ത് പരിപാടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഇതോട്ട് ഒരു ചെറിയ കുട്ടി വ്ളോഗ് എടുക്കാം. കാരണം കുറച്ചധികം നാളായി. ലാസ്റ്റ് വ്ളോഗ് ഓണത്തിൻ്റെ ടൈമിലിട്ടാണ്. അതൊരു 4 വീക്ക് കഴിഞ്ഞു, 1 മന്ത് ഓൾമോസ്റ്റ് ആയി. സോ അതുകൊണ്ട് ഇന്നൊരു കുട്ടി വ്ളോഗ് എന്ന രീതിക്കാണ് ഞാൻ എടുക്കണത്. ഇത് ഇത്രത്തോളം ലോങ് ആവും അല്ലെങ്കിൽ ഷോർട്ടായി പോകുമോ എന്നെനിക്കറിയില്ല. ബട്ട് നമുക്ക് കാണാം. ബാക്ക്ഗ്രൗണ്ടിൽ ലൂണയും ഉറങ്ങണതിന് എണീച്ചിട്ടില്ല, ടൈമായിട്ടില്ല. സാധാരണ 9 മണി കുർബാനയൊക്കെ ആകുമ്പോൾ നമ്മളൊരു 8:30 ടൈമാകുമ്പോഴേക്ക് എണീക്കുള്ളൂ. അപ്പം എനിക്ക് തോന്നണത് 7:30 ഉണ്ടാവും തോന്നണം. 7:30-8 മണിക്കൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഇതിലോട്ടെ എന്തായാലും നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷം കാണാം. അപ്പം നമ്മൾ കുളിച്ച് റെഡിയായി മുടി ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അമ്മ എണീച്ചപ്പോൾ കുർബാന ഇനി നമുക്ക് 6:30 ഉണ്ടായിരുന്നത്. ഇപ്പം സമയം 7 മണിയായി. അപ്പം ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് 9 കുർബാനയിൽ എത്രയൊക്കെ ഉണ്ട്. സോ അതിന് പോകാൻ പറ്റുള്ളൂ. 8:30 ആണെങ്കിൽ 1.5 മണിക്കൂറുണ്ട്. അപ്പം അതിനുള്ളിൽ മുടിയൊക്കെ ഉണങ്ങി 10 റെഡിയായിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ലൂണയും മിഥുനും എണീച്ചിട്ടില്ല. മിഥുനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കാം, എണീക്കുന്നാവും. ഞാൻ വിചാരിച്ച് ഇവിടെയൊക്കെ പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടാവും. ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് പതിയെ സാവധാനം റെഡിയായി പോകാം. സാധാരണ ഞായറാഴ്ച ഇത്ര സാവധാനത്തിൽ റെഡിയായിട്ട് ഞാൻ പള്ളി പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റപ്പറ്റ നേരത്തായിരിക്കും എണീക്കാറ്. ലൈക്ക് ഒരു 9 മണിക്കായിരിക്കും കുർബാന. അപ്പം 9 മണിയുടെ കുർബാനയ്ക്ക് 8:30 കഴിയുമ്പോഴത്തേക്കും അമ്മ വിളിക്കും. 8:45 ആകുമ്പോഴത്തേക്കും 8:30 എണീക്കും. 8:45 ആകുമ്പോഴത്തേക്കും പതിയെ റെഡിയായി കഴിയാറാവുള്ളൂ. ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങോളാം അമ്മോട് വന്നതിനിട്ട്. സോ ഇന്നാണ് ഞാൻ ശരിക്കും നേരത്തേക്ക് എണീച്ചിട്ട് പള്ളി പോകും. എന്തായാലും അവിടെ അപ്പം നമുക്ക് ക്രിസ്ത്യൻസ് റെഡിയാവും. നമ്മുടെ മുടിയൊക്കെ ഉണങ്ങി നമുക്ക് റെഡിയാവും. സമയം ഉണ്ടാക്കില്ല, 7:30 ആയിട്ടുള്ളൂ. ഇനി 1 മണിക്കൂർ. പക്ഷേ നമുക്ക് റെഡിയാവും. നമുക്ക് വെറുതെ ഇരിക്കുമല്ലോ ചെയ്തിട്ട്. ഇപ്പം ഞാൻ ബ്ലഷ് അല്ലേ ഇത് സ്റ്റുഡിയോയില ലിപ് സ്റ്റെയിൻ്റെ ഇതില്ലേ ഈ സംഭവം. ഇത് ഇപ്പം ഞാൻ ബ്ലഷ് ആയിട്ട് ഉപയോഗിക്കണം. നല്ല രസമാണ്. സാധാ ബ്ലഷ് സ്റ്റെയിനും കൊള്ളാം. നല്ല കളറും ലൈക്ക് ഇച്ചിട്ടാവും നല്ല കൂടുതലായിരിക്കും. ഉണ്ടാകും നല്ല കളറാണ്. ഞാനിവിടെ ഒരു ഡേറ്റ് ഇട്ടുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് എന്തോരുണ്ട്. ഞാനിപ്പോൾ ഇതാണ് ബ്ലഷ് കൂടി ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു കളർ കിട്ടാറുണ്ട്. അതുകൊണ്ട് അതുതന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിലും ഇങ്ങനെ ഇട്ട് കൊടുക്കും. കണ്ണ് പോലും ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് കൂടി ഇടണം. കണ്ണ് ഞാൻ എഴുതുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ലിപ്സ്റ്റിക്ക് ഇടണം. ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടെങ്കിൽ ഷോപ്പായിരിക്കും. മുടി മൊത്തത്തിൽ അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല, എന്നാലും സംഭവം എവിടേക്ക് ഉണങ്ങിയിട്ടുണ്ട്. സോ എനിക്കിപ്പം അധികം ലിപ്സ്റ്റിക് ഒബ്സഷൻ ഇല്ല. പക്ഷെ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ എനിക്കെന്തോ കുറവായിരിക്കും. മുഖത്തെന്തോ ഒരു കുറവുണ്ടാവും. അതും റെഡ് ഷെയ്ഡിനോടൊക്കെ എനിക്ക് ഭയങ്കര എന്താന്ന് പറയുമ്പോഴോ ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഭയങ്കര റെഡ് ഷെയ്ഡല്ല കേട്ടോ. ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചാൽ നൈസാണ്. ബ്രൗൺ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടി. അതിൻ്റെ ഇത് നല്ല കേട്ടോ. അപ്പം നമുക്ക് ഇന്നിപ്പം കണ്ണ് എഴുതാൻ എനിക്കൊരു മൂടില്ലായിരുന്നു. നമുക്ക് കണ്ണൊന്നും നടത്തണ്ട, നമുക്ക് അല്ലാണ്ട് വഴി പോയിട്ട് വരാം. സോ ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം
റെസ്റ്റ് എടുക്കാം, എന്നിട്ട് പള്ളിയിൽ പോവാം, എന്നിട്ട് ബാക്കി ശേഷം കാണാം. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. നമുക്കിനി പെർഫ്യൂം കൂടി അടിക്കാം. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്നാവും, Forever 21 സൺറൈസ് ആണ്, നൈസാണ്, നല്ല സ്മെല്ലാണ്. അപ്പം എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സ് പറഞ്ഞു അടിച്ചു കഴിഞ്ഞിട്ട് നല്ല മണമുണ്ട്, ഏത് പെർഫ്യൂമാണോ ഞാൻ ചോദിച്ചായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഗുഡ്, നല്ല മണം. സോ ഞാൻ ഇപ്പോഴും ഇതൊക്കെ ഇട്ടിക്കണം എന്തിനാന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും റെഡി ആയിട്ടിരിക്കാം, നമുക്ക് പള്ളി പോണ്ടേ, പ്രാർത്ഥിക്കാം. പള്ളി തന്നെ ഉണ്ടോ നീ? മണി 8:20. ആക്ച്വലി ഈ റെഡ് കളറ് നല്ല വെട്ടത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, മുടിയിലെ റെഡ് കളറ്. ബിക്കോസ് ഇറ്റ്സ് ടുഡേസ് വ്ലോഗ്. നമ്മള് പള്ളിയിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്നു. അപ്പം നമ്മൾ എങ്ങനെ ഒരു സൺഡേ പ്രൊഡക്റ്റീവ് ആക്കാം എന്ന് ആലോചിക്കേണ്ട ഞാൻ കിടന്നുറങ്ങി. അപ്പം കിടന്നുറങ്ങിയാണ്. ലൈക്ക് 8:30 പള്ളിയിൽ പോയിട്ട് 9:30-10 മണിക്കുള്ളിൽ വന്നിട്ടുണ്ടാവും. അപ്പം കിടന്നുറങ്ങിയാണ്. എൻ്റെ ഇപ്പോഴാണ് ഇപ്പം സമയം 1:30 പോകണം. എന്താണല്ലേ, ഞാൻ വലിയ കാര്യത്തിന് ബ്ലോഗൊക്കെ എടുക്കാനൊക്കെ വിചാരിച്ചിട്ട് ഫുൾ ഉറങ്ങി. പിന്നീച്ചുള്ളൂ, പോയിട്ട് ഫുഡ് കഴിക്കണം, ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. ഇനി എന്താണെന്ന് എനിക്കറിയാം, ഇനി കഴിച്ചിട്ട് ഉറങ്ങുന്നില്ല, എനിക്കറിയാൻ പാടില്ല. എന്നാ പോലും നമുക്ക് ബാക്കി വിശേഷം കാണാം. ഇവന് ഇന്ന് എക്സാമാണ്. ഇവൻ രാവിലെ ഇവൻ പള്ളിയിൽ പോയിട്ടില്ല. ഞാൻ 11 മണിക്ക് ഉറങ്ങി, 11 മണിക്ക് എണീറ്റ് 1:30 വരെ ഫോൺ നോക്കിയിരുന്നു. പപ്പ ഇത് കാണണമെങ്കിൽ ആളുടെ ഒന്നും പള്ളിയിൽ പോയിട്ടില്ല. അല്ല അങ്ങനല്ല, വൈകിട്ടത്തെ കുർബാനക്ക് പോകും. അതൊക്കെ വെറുതെ തള്ളാണ്. വൈകിട്ടത്തെ കുർബാനക്ക് പോകും, രാവിലെ അതെ അതെ. എക്സാം ഉണ്ട് 2 മണിക്ക്, 1:30 2 മണിക്ക് അയാളുടെ എക്സാം ആണ്. പഠിച്ചോ? എന്ത് ബൈബിള്? ഓക്കെ, ബൈബിളിൽ കട്ട് പീസ് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഡൗട്ട്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. സോ നമ്മളിപ്പോൾ റെഡി ആവണേണ്. അപ്പം നമ്മൾ രാവിലെ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തില്ല, അല്ലെങ്കിലും ചെയ്യാറില്ല. എന്നാൽ പോലും നമ്മളിപ്പം കണ്ണെഴുതും. രാവിലെ ഞാൻ കണ്ണെഴുതിയില്ല. പിന്നെ മിലു ഇവിടെ ഭയങ്കര മേക്കപ്പിലാണ്, കണ്ടോ? കളർ കറക്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് മോയ്സ്ചറൈസർ, കളർ കറക്ടർ, ഫൗണ്ടേഷൻ, ബ്ലഷിന് എന്തൊക്കെ വരാൻ കിടക്കും. അത് ഒരു കോൺഫിഡൻസിന്. അപ്പം ഇന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. വെള്ളക്കാട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനതൊക്കെ ഉപയോഗിച്ചില്ല എന്ന് ആരും കണ്ട് പറയാൻ പറ്റില്ലല്ലോ. ഇടിയിപ്പിക്കും, ഞാൻ കണ്ണയുടെ നേരെ പോയി മുഖം വെള്ളത്തിലിട്ട് കഴുകും. ബാക്ക് ടു നോർമൽ. അങ്ങനെയാണ് സംഭവിക്കാറ്. പിന്നെ ഇപ്പം എന്തായാലും നമുക്ക് അതെ അതെ എനിക്കിഷ്ടാറില്ല. മിലു ടൈം ഭംഗി ഉണ്ടാവും, ഞാൻ ടൈം ഒരു അതിന് ഭയങ്കര മേക്കപ്പല്ലേ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ ചെയ്ത പോലെ നമുക്ക് വേറെ സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബ്ലഷ് ഇടാം, അതും കുറഞ്ഞു പോയി ഗൈസ്, കാണും കൂടി ഇല്ല. ഇച്ചിരി ബ്ലഷ് ഇടാം. ഓക്കെ, ഇന്നത് കൂടിപ്പോയിട്ടുണ്ടാവും മിക്കവാറും. ആസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ ബ്ലഷ് ഇടാം, കണ്ണെഴുതുക, ലിപ്സ്റ്റിക്ക് ഇടാം. അതുകൊണ്ട് മേക്കപ്പ് തീർന്നു. എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. കാരണം മേക്കപ്പ് ഇടണോണ്ടല്ല, അല്ല മേക്കപ്പ് ഇടണോണ്ടല്ല, ചിലപ്പം ആ മേക്കപ്പ് ഫേസ് രസമില്ലെങ്കിൽ എന്നാൽ പോലും ചിലപ്പോൾ നല്ലതായിട്ട് ചെയ്യാൻ അറിയുമ്പോൾ ചിലപ്പോൾ നല്ലതായിട്ട് വരുമായിരിക്കും.
പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തിനാ വെറുതെ പണി വാങ്ങിക്കണത്, ഞാൻ അതുകൊണ്ട് ചെയ്യാറില്ല. സോ നമുക്കിനിപ്പം എന്ത് ചെയ്യണം, മിലുവിൻ്റെ വേറൊരു മുഖം റെഡി ആക്കി കഴിയുമ്പോൾ കാണാം, അല്ലെങ്കിൽ ഭയങ്കര ലോങ് വീഡിയോ ആയി പോകും. നമ്മളിപ്പം പേടിയാണ്, വെള്ളത്തിലോട്ട് വീണാലോ. നമ്മളിപ്പോൾ ചെങ്കാറിലാണ്. കൊച്ചിയിലെത്തി ഗൈസ്. ഇതാണ് പറഞ്ഞേട്ടാ ചില്ലി പൗഡർ. അപ്പൊ നമ്മള് ട്രിപ്പ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചു പോകാൻ പോണേ. എന്താണ് പറയാനുള്ളത് മിലുവിന്? നല്ലൊരു വണ്ടർഫുൾ ഒരു യാത്രയായിരുന്നു. അതെ, കുറച്ച് ഉച്ചത്തിൽ പറയണേ. ഭയങ്കര വണ്ടർഫുൾ ഒരു യാത്രയായിരുന്നു എന്നാണ് മിലു പറയണത്. ആൻഡ് ഇവിടുത്തെ സീനറി ഒക്കെ നൈസാണ് ദീസ്. ആൻഡ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. സൺഡേ തുടങ്ങി, നല്ല തിരക്കാണ് സൺഡേ ആയതുകൊണ്ട്. ആൻഡ് ഇത് ചോക്ലേറ്റ്, ഇത് സ്പാനിഷ് ഡിലൈറ്റ്, ഇത് മാംഗോ, അൽഫോൻസോ മാംഗോ. അപ്പോൾ നമ്മുടെ സൺഡേ വ്ലോഗ് തീർന്നു. സോ നെക്സ്റ്റ് ഒരു കുട്ടി വ്ലോഗായിട്ട് പിന്നെ കാണാം. ബൈ.